പക്ഷെ എൻ്റെ ഒരു ആവറേജ് ആണ് 2.5 ആ റേറ്റിംഗ് കൊടുക്കാൻ. ഒരു ഫൺ തിരിച്ച് ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല എൻഗേജിംഗ് ആണ്, സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല. സാധാ ഒരു നോർമൽ ഓഡിയൻസ് എന്ന നിലയ്ക്ക് ആ ഒരു കണക്ഷൻ കിട്ടില്ല. അത് മാത്രമല്ല പടം വളരെ ലിമിറ്റഡ് ഓഡിയൻസിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഇഷ്ടപ്പെടുള്ളൂ പടം. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഒരു ആവറേജ് ഫീൽ എനിക്ക്. റേറ്റിംഗ് അത് ഒരു ഇതനുസരിച്ചാണ്, പക്ഷെ എൻ്റെ ഒരു ആവറേജ് ആണ് 2.5 ആ റേറ്റിംഗ് കൊടുക്കാൻ. ഒരു പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല എൻഗേജിംഗ് ആണ്, സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല. സിനിമയുടെ സിനിമ തന്നെയാണ്, എന്നാലും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ സിനിമ കഥ അല്ല. അടിപൊളിയാണ്, കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ബാലുചേട്ടൻ എല്ലാവരും, സുരേഷ് ഏട്ടൻ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ചന്തുചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്, ഭാവന അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഫൺ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കോമഡി സാധനം എല്ലാം വർക്കായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഏകദേശം ഉണ്ട്. എന്തോ ഉണ്ട്. നമുക്കൊരു കണക്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് ആയിട്ട് വരുന്ന ഒരു സാധനം. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾ ഇൻ ഓൾ എല്ലാം ഉണ്ട്. നിങ്ങൾക്കൊരു ഫുൾ പാക്കേജാണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യൂത്തിനെ ഇഷ്ടപ്പെടുത്തുള്ളൂ, അതായത് ഫാമിലി ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്നില്ല. അത് അങ്ങനത്തെ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തല്ലുമാല പോലത്തെ ഒരു മൂവിയേ അല്ല, ഒരു ഡിഫൻസ് ജോണറാണ്. പിന്നെ ഹണിബി ഒരു ടച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് കിള്ളം പടമാണ്. നിങ്ങൾക്ക് പടം എൻ്റർടൈനറാണ്, ലാഗ് ഒന്നുമില്ല. നല്ല മൂവി തന്നെയാണ്. സിനിമയ്ക്കുള്ള സിനിമ മെയിൻലി ടോവിനോട് ശരിക്കും ടോവിനെ കാണിക്കുന്നു. ടോവിനോട് യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നു. കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ ഡയറക്ഷൻ നല്ലതാണ്, ലാഗൊന്നുമില്ല. നല്ല എൻ്റർടൈനറാണ്. ആക്ഷൻ കോമഡി എല്ലാ ജോണറും ഉണ്ട്. സിനിമയ്ക്കുള്ള സിനിമ എപ്പോഴും എങ്ങനെയാണ് കാണിക്കുന്നത്, ആ ടൈപ്പ് അല്ല, ഇത് സിനിമയ്ക്കുള്ള സിനിമയാണ്. പിന്നെ പുതിയൊരു എക്സ്പീരിയൻസ് ജീൻ ചേട്ടൻ്റെ ആയതുകൊണ്ട് ആ ഒരു കോമഡി സാധനമൊക്കെ ഒരു ഹണിബി ടച്ചൊക്കെ വന്ന പോലെ തോന്നി. മൊത്തത്തിൽ അടിപൊളിയാണ്. സിനിമയ്ക്കുള്ള ഒരു ആക്ടർ ആവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമായിട്ട് തോന്നുന്നു. ഒരു ചേഞ്ച് ഉണ്ട്, ഒരു സൂപ്പർ സ്റ്റാർ എന്നൊരു നല്ലൊരു മനുഷ്യനിലേക്കും ഒരു നായകനിലേക്കും. ആ ചേഞ്ച് ആവാനുള്ള ഒരു കാരണം അത് നമുക്ക് വളരെ സില്ലി ആയിട്ട് തോന്നും കാണുമ്പോൾ.